ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാലക്കാട് നഗരസഭയിൽ സംഘർഷം രൂപപ്പെട്ടിട്ട് കുറച്ചുകാലമായി. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള നീക്കമാണ് UDF-LDF പ്രതിഷേധത്തിനും നഗരസഭാ സംഘർഷത്തിനും കാരണമായിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും ഭാഗമല്ലാത്ത ഒരാളുടെ പേര് ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്ന യുക്തിയെയാണ് LDF-ഉം UDF-ഉം ചോദ്യം ചെയ്യുന്നത്. നിയമസഭയിൽ തുടർച്ചയായി രണ്ടാം വട്ടം വന്നതും നഗരസഭാ ഭരണവും പാലക്കാടിനെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? കേരളവുമായോ പാലക്കാടുമായോ രാജ്യത്തിന്റെ പൊതുചരിത്രത്തിൽ ഒരു സ്ഥാനവുമില്ലാത്തൊരു നേതാവിന്റെ പേര് ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്നതിലെ യുക്തി എന്താണ്? BJPയുടെ പാലക്കാടൻ പരീക്ഷണമോ എന്നതാണ് ചോദ്യം. CPM പ്രതിനിധി നിതിൻ കണിച്ചേരി, മുസ്ലിം ലീഗ് പ്രതിനിധി സെയ്ദ് മീരാൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ചരിത്രകാരൻ AM ഷിനാസ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ഷിനാസിലേക്ക് പോവുകയാണ്. ശ്രീ ഷിനാസ്, ഇപ്പോൾ ഹെഡ്ഗേവാറിന്റെ പേര് ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്ന കാര്യത്തിലാണ് പാലക്കാട് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. ഹെഡ്ഗേവാറിന്റെ പേര് നൽകണമെങ്കിൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആകണമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ചരിത്രം പറയുന്നത് എന്താണ്? ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെഡ്ഗേവാർ 1889 ജനിക്കുന്നത്. അദ്ദേഹം ഡോക്ടറാവാൻ വേണ്ടി കൊൽക്കത്ത, ഇന്നത്തെ കൊൽക്കത്ത, അന്നത്തെ കൽക്കത്തയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് MBBS പഠനം പൂർത്തിയാക്കുന്നത്. അക്കാലത്ത് അനുശീലൻ സമിതി പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ വിഭിന്നമായി പ്രവർത്തിച്ച കുറച്ച് തീവ്രവാദ ഗ്രൂപ്പുകളോട് അദ്ദേഹത്തിന് അനൽപമായ ആഭിമുഖ്യമുണ്ടായിരുന്നു. കാരണം അനുശീലന സമിതിയൊക്കെ അക്കാലത്ത് ഹിന്ദു സിംബിൾസ് ഒരുപാട് ഉപയോഗിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം 1919-22 കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അല്പകാലം പ്രവർത്തിച്ചിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം വേർപിരിയുകയും 1925 സെപ്റ്റംബർ 27 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന സ്ഥാപിക്കുന്നത്. അതിൽ 1929 ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, പാർട്ടിയല്ല പ്രസ്ഥാനം, ദേശീയ വിമോചന സമരത്തിലെ ഒരു മഹാപ്രസ്ഥാനങ്ങളിൽ ഒന്ന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. ആ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണമെന്നും അപ്പോൾ എല്ലാവരും ത്രിവർണ്ണ പതാക ഉയർത്തണമെന്നും ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നു. 1930 ജനുവരി 26 അന്നത്തെ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ത്രിവർണ്ണ പതാക ഉയർത്തപ്പെട്ടപ്പോൾ RSSൻ്റെ ആസ്ഥാനത്ത് ഡോക്ടർ ഹെഡ്ഗേവാർ ഉയർത്തിയത് ഭഗ്വാ ധ്വജ്, കേസരീയ പതാക അല്ലെങ്കിൽ കാവി പതാകയാണ്. ത്രിവർണ്ണ പതാകയല്ല, കാവി പതാക. അത് ഭഗ്വാ ധ്വജ് എന്നാണ് പറയുന്നത്. പേഷ്വാ ഭരണകാലത്ത് മഹാരാഷ്ട്രയിലെ ബോൺസ്ലെ ഭരണകാലത്തൊക്കെയുള്ള ഒരു പതാകയായിരുന്നു ഈ ഭഗ്വാ ധ്വജം അല്ലെങ്കിൽ കേസരീയ പതാക, കാവി പതാക എന്ന് മലയാളത്തിൽ പറയാവുന്ന പതാക. അദ്ദേഹം തന്നെ അക്കാലത്ത് സർക്കുലർ 25 ശേഷം RSS സ്വയം സേവകർക്ക് സർക്കുലർ ഇറക്കിയിരുന്നു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ RSSകാർ ഭാഗഭാക്കാവരുത് എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല 1925 RSS രൂപീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യരും പ്രിയങ്കരരുമായിരുന്നു MS ഗോൾവാൾക്കറും മുഞ്ചെയാണ്. നമുക്കറിയാം, രേഖാപരമായ തെളിവുകളുണ്ട്. അദ്ദേഹം ഇറ്റലിയിൽ പോയി ഫാഷിസ്റ്റ് നേതാവായ മുസോളിനിയെ കാണുന്നു. മുസോളിനിയുടെ ഫാഷിസത്തിൻ്റെ പ്രവർത്തന രീതികൾ പഠിക്കുന്നു. അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടുമേ പങ്കെടുക്കാതെയും, എന്നാൽ ഹെഡ്ഗേവാറിനെ പറ്റിയുള്ള പല ജീവചരിത്രത്തിലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടോക്സ് അധികം എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്പീച്ചസിലൊക്കെ അദ്ദേഹം ഹിന്ദു ഓർഗനൈസേഷനെ പറ്റിയും സനാതനികളുടെ ഐക്യത്തെപ്പറ്റിയും ഒക്കെയാണ് കൂടുതൽ സംസാരിച്ചിരുന്നത്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ, ബ്രിട്ടീഷ് അധിനിവേശ സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏറ്റവും ആരാധിച്ചിരുന്ന വ്യക്തികൾ ഒരാൾ VD സവർക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ 1920കളുടെ പ്രഥമ പാദത്തിൽ പുറത്തു വന്ന കൃതിയാണ്.
അതിലെ ആശയങ്ങൾ, അതിലെ ഐഡിയാസാണ് ഹെഡ്ഗേവാറും പ്രാവർത്തികമാക്കിയത്. അത് കൂടുതൽ രൂക്ഷമായും കൂടുതൽ സജീവമായും പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ രണ്ടാമത്തെ സർസംഘചാലക് MS ഗോൾവാൾക്കറാണ്. അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ, അല്ലെങ്കിൽ ബഞ്ച് ഓഫ് തോട്ട്സ്, അതും വിചാരധാര തന്നെയാണ്. അതിലൊക്കെയുള്ള ദർശനത്തെ ഉഗ്രഭീതി ഉണർത്തുന്ന ദർശനമെന്നാണ് സാമൂഹിക ശാസ്ത്ര പണ്ഡിതനായ ജ്യോതിർമയ ശർമ്മയെ പോലുള്ളവർ വിശേഷിപ്പിച്ചത്. ശരി. ഈ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടുമേ പങ്കെടുക്കാത്ത ഒരു സംഘടനയുടെ, ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു സംഘടനയുടെ ആദ്യത്തെ പ്രഥമ സർസംഘചാലകൻ്റെ പേര് ഏതെങ്കിലും കെട്ടിടത്തിനോ റോഡിനോ അല്ലെങ്കിൽ സ്ഥലത്തിനോ കൊടുക്കുമ്പോൾ അത് ഇന്ത്യയുടെ ദേശീയ വിമോചന സ്വാതന്ത്ര്യ സമരത്തിന് ഘടകവിരുദ്ധവും അതിനോട് പൊരുത്തപ്പെടാത്ത ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയാണ്. ശരി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, BJP പ്രതിനിധി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ശക്തമായ നിലപാട്. അപ്പോൾ എന്തിനാ പേര് കൊടുക്കണം എന്നൊന്ന് വിശദീകരിക്കാമോ? അല്ല, എന്തിന് ആ പേര് കൊടുക്കണം എന്ന് ചോദിക്കുന്നതോടൊപ്പം എന്തുകൊണ്ട് ആ പേര് കൊടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ട് ആ പേര് കൊടുത്തുകൂടാ എന്നുള്ളതാണ്. താങ്കൾ അല്പം വൈകിയത് കൊണ്ടാണ് MA ഷിനാസ് ഇപ്പോൾ ചരിത്രം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. താങ്കൾ എന്തുകൊണ്ട് കൊടുക്കുമെന്നുള്ളതാണല്ലോ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന് വിശദീകരിക്കൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ കേട്ടു. അദ്ദേഹം അതല്ല അതിൻ്റെ അപ്പുറത്തും പറയും. വാര്യംകുന്നിൻ്റെ പേര് മുനിസിപ്പൽ ടൗൺ ബിൽഡിങ്ങിന് കൊടുത്ത ആളല്ലേ, പറഞ്ഞോട്ടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ RSS രൂപീകരണത്തിന് ശേഷവും മുൻപുമൊക്കെ കൃത്യമായി പങ്കെടുത്ത് അതിൻ്റെ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് ഗാന്ധിജി നേതൃത്വം നൽകുന്ന ഓരോ കാര്യങ്ങളിലും വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തവണ ജയിൽവാസം അനുഷ്ഠിച്ച്, ഒരു തവണ ഇദ്ദേഹത്തിൻ്റെ മഹാരാഷ്ട്രയിൽ നടന്ന 2 സ്പീച്ചുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ബ്രിട്ടീഷ് ജഡ്ജ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ഭാഗം കേൾക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ജഡ്ജ് പറഞ്ഞത് ഹിസ് ഡിഫൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോർ സെഡീഷ്യസ് ദാൻ ഹിസ് സ്പീച്ച് എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹം ഭാരതത്തിലെ ദേശീയ സംവിധാനം ഉയർത്തുന്നതിലും ചെറുപ്പക്കാരെ വളർത്തി വലുതാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിലും കൃത്യമായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം പൊതുവെ എല്ലായിടത്തും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ സമരത്തിൽ ജയിലിൽ പോകുന്നതും അതിനു മുമ്പ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിലിൽ പോവുകയും ആ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം വന്ന് പ്രവർത്തിക്കുകയും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ 1999 കൃത്യമായിട്ട് ഭാരത സർക്കാർ അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് ഇറക്കി അദ്ദേഹത്തോട് ആദരവ് കാണിച്ചിട്ടുള്ളതും എന്തിന് അംബേദ്കർ ആയിക്കോട്ടെ, EMS ആയിക്കോട്ടെ, മഹാത്മാഗാന്ധിജി ആയിക്കോട്ടെ, എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദേശത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ അമരാവതിയിലെ ഡോക്ടർ ഹെഡ്ഗേവാർ പ്രതിഷ്ഠ അദ്ദേഹത്തിന്റെ പേരിലുള്ളതല്ലേ. ഉല്ലാസ് ബാബു, ചില സംശയങ്ങൾ ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. 1925 ഹെഡ്ഗേവാറും BS മൂഞ്ചയും ചേർന്ന് RSS രൂപീകരിക്കുന്നു. അദ്ദേഹം ഹെഡ്ഗേവാർ ആദ്യത്തെ സർസംഘചാലകാകുന്നു. RSS രൂപീകരണത്തിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. RSS രൂപീകരണത്തിന് മുൻപ് 1 വർഷത്തോളം അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹം ജയിലിലിരുന്നിട്ടുണ്ട്, തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുമ്പോൾ 1925 കാലഘട്ടം എന്ന് പറയുന്നത് ഗാന്ധിജി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത് വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ്. ആ സമയത്താണ് നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘനമൊക്കെ ഗാന്ധി ആസൂത്രണം ചെയ്യുന്നത്. ഗാന്ധിയോട് എതിർപ്പുകളും സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു. കാരണം അതിൽ സായുധ സമരം വേണമെന്ന അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇതിനോടൊന്നും തന്നെ 2 തരം സമരങ്ങളോടും യോജിക്കാത്ത ഒരു വിഭാഗമായിരുന്നു RSS. അവർ ചെയ്തത് ബ്രിട്ടീഷുകാരുമായി സഹകരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ വേണ്ടി അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇവിടുത്തെ രേഖകളിൽ നിന്നുള്ളതാണ്, RSS നേതാക്കളുടെ പ്രസ്താവനകളിൽ തെളിയുന്നതാണ്. മതേതരത്വത്തിലൂന്നിയ ഇന്ത്യൻ ദേശീയതയെ നിന്നുകൊണ്ട്
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി ഊർജം കളയരുത്, അതാണ് വാചകം, ഊർജം കളയരുത് എന്ന് ഹെഡ്ഗേവാറും ഗോൾവാക്കറും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾ എന്നത് ഒരു രാജ്യമാണെന്ന് പറയുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ കമ്മ്യൂണിസ്റ്റുകളുമാണ് ഹിന്ദു രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ പറയാറുമുണ്ടല്ലോ. ഈ നിസ്സഹരണ പ്രസ്ഥാനം, താങ്കൾ ഈ ആവർത്തിച്ച് പറയുന്ന നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ RSSകാരെ ഈ ഹെഡ്ഗേവാർ, നിങ്ങൾ പേരിടാൻ ഉദ്ദേശിക്കുന്ന ഈ ഹെഡ്ഗേവാർ പിന്തിരിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം വ്യക്തിപരമായി സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു, ജയിലിലായി. ആ ജയിലിൽ പോയത് എന്തിനാണ്? എല്ലാം തിരിച്ചു സ്വാതന്ത്ര്യത്തിനായി പോരാടി ജയിലിലെത്തിയവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് RSSന്റെ പ്രവർത്തകരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗോൾവാക്കർ തന്നെ അദ്ദേഹത്തിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ പറയുന്നതാണ്, വേറെ ആരും പറയുന്നതല്ല കേട്ടോ, ഗോൾവാക്കർ പറയുന്നതാണ്. അപ്പോൾ എല്ലാം ത്യജിക്കാൻ തയ്യാറായി സമരത്തിന് വന്ന ആളുകളോട് അങ്ങനെയാണെങ്കിൽ RSSന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന ഹെഡ്ഗേവാറിൻ്റെ പേര് നിങ്ങൾ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഇടുന്നതിന് പിന്നിലെ അർത്ഥം എന്താണ്? ഇനി മറുപടി പറയാലോ. സ്മൃതി ചോദിച്ച ചോദ്യം, ഹെഡ്ഗേവാറിൻ്റെ പേര് എന്തുകൊണ്ട് ഇട്ടുകൂടാ എന്നുള്ളതിൻ്റെ ഉത്തരം, ഒപ്പം തന്നെ ഇന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കോമാളിത്തരങ്ങൾ, അതേപോലെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും തലകുനിക്കേണ്ടി വരും. അതുകൊണ്ട് അത് അധികം പറയണ്ട, കാര്യത്തിലേക്ക് വന്നോളൂ. ഞങ്ങൾക്കൊരു അല്ലല്ല അതിലൊന്നും സ്മൃതി പറയണ്ട. മുതിർന്ന നേതാവ് സ്ത്രീകളെ അടക്കം അടിക്കുന്ന ദൃശ്യങ്ങൾ കാണണോ? കോള് നടക്കുന്നു. നിക്കുന്നു ആയിക്കോട്ടെ. ഞാൻ ദൃശ്യം കാണാനായിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ TV ഇല്ല, അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അവിടെ TV വെക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത ചർച്ചയിൽ ആ ദൃശ്യം കാണാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കൃത്യമായിട്ട് അജണ്ട പറഞ്ഞ് 10ാമത്തെ അജണ്ടയാക്കിക്കൊണ്ട് പറഞ്ഞു തരാന്ന്. അല്ല, നിങ്ങൾ എന്തിനാണെന്ന് തുടങ്ങണേക്കാൾ മുൻപ് ഈ വെളിച്ചെണ്ണയിൽ കടുകിട്ട ജാതി ഇങ്ങനെ കിട്ടുകിട്ടുന്നതിന് പൊട്ടിക്കല്ലെന്ന് ഞാൻ പറഞ്ഞ കേക്ക്. 10ാമത്തെ വിഷയമായിട്ട് മുനിസിപ്പാലിറ്റിയിലെ ഇന്ന് നടത്തിയ അജണ്ടയിൽ ഓഷ്യാനസ് കൺസ്ട്രക്ഷൻസ് നഗരസഭയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഡോക്ടർ ഹെഡ്ഗേവാർ എന്നിവരുടെ പേര് ഇടുന്നതിന് ബഹുനഗരസഭ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയത് ബഹു കൗൺസിൽ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് തന്നെ അജണ്ടയിൽ വെച്ചിരിക്കെ 28 BJPക്കാരും 1 വെൽഫെയറുകാരനും 7 CPMകാരും അതേപോലെ തന്നെ 12 കോൺഗ്രസ്സുകാരും 4 ലീഗുകാരുമുള്ള ഈ സംവിധാനത്തിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി പരിപൂർണമായി ഉൾക്കൊള്ളാമെന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നഗരസഭ തീരുമാനിച്ച സമയത്ത് അതിൽ താങ്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സംവിധാനങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന ബോധ്യമുണ്ടാവുന്നിടത്ത് അവിടെ ഒരു പാർട്ടിയുടെ കൊടിയുമായി നഗരസഭ ഹാളിനകത്തേക്ക് വന്ന് അവിടെ വേഷം കെട്ട് നടത്തി ഡയസിനകത്ത് കയറിയിരുന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലേ തുടക്കം കുറിച്ചത്? ആ പ്രവർത്തനത്തിന്റെ ആവശ്യകത എന്തായിരുന്നു? അവിടെയാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവർ ജയിക്കില്ല എന്നറിഞ്ഞ സമയത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്നാൽ പോലും കടക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞ സമയത്ത് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണല്ലോ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം. എന്തിനായിരുന്നു നഗരസഭ ചെയർപേഴ്സന്റെ ഡയസിലേക്ക് കയറി വന്ന് അഭ്യാസ പ്രകടനം നടത്തിയത്? എന്തായിരുന്നു ആ കോൺഗ്രസ് നേതാവിന്റെ സ്വഭാവം ഉണ്ടായിരുന്നത്? CPMന്റെ കൗൺസിലർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നഗരസഭ ചെയർപേഴ്സന്റെ കൈപിടിച്ച് തിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് പോയത്? അജണ്ടയിൽ ഉൾപ്പെടുത്തിയ കാര്യം കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് വോട്ടിനിട്ടുകൊണ്ട് കൃത്യമായി അവിടെ നടപ്പിലാക്കാമായിരുന്നില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ആ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഉൾക്കൊള്ളാൻ കുഴപ്പം? മുനിസിപ്പാലിറ്റി ആക്ടിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടില്ലേ മുനിസിപ്പാലിറ്റിക്ക് അതിനുള്ള റൈറ്റുമില്ലേ? ഏതെങ്കിലും തരത്തിൽ അത് പാടില്ല എന്ന് മുനിസിപ്പാലിറ്റി ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ട്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന കോമാളിത്തരങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെൽഫെയർ പാർട്ടിയുടെയും SDPയുടെയും സകലവിധ വർഗീയവാദികളുടെയും തിണ്ണനിറങ്ങി മേടിച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് കൂറു പുലർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന നാടകങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ നാടകം കളിക്കുന്ന മാനിനോട് പോയി പറയേണ്ടത് അവിടെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ KSRTC പാലക്കാട്ടെ ജനങ്ങളെ അപമാനിക്കുകയാണ്. ഒരു പാലക്കാട്ടെ ജനങ്ങളെ SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വർഗീയ പാർട്ടിയുടെയും തിണ്ണനിറങ്ങി മേടിച്ച വിജയം. അവരുടെ വോട്ട് കൊണ്ട് അങ്ങ് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നിങ്ങൾ പരാജയം സംഭവിക്കലാണ്.
എന്താണ് നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വലിയ ദേഷ്യം അല്ല, അതൊന്നും വേണ്ട. കേൾക്കാനുള്ള പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ അവിടെ പ്രയാസം ലഭിക്കുന്നു. ടോയ്ലറ്റ് ഉണ്ടോ? മൈത്രി നഗർ, അവിടെ പാലക്കാടുള്ള ആളുകളുടെ ചോദിക്കേ, മൈത്രി നഗറിലുള്ള 10-100 കുടുംബങ്ങളുടെ വെള്ളത്തിലേക്ക്, കിണറിലേക്ക് ഈ മാലിന്യം ഒഴുകി പോകുന്നത് പരിഹരിക്കാൻ MLA-ക്ക് സാധിച്ചോ? അവിടുത്തെ മെഡിക്കൽ കോളേജ് എന്ന് പരിഹരിക്കാൻ MLA-ക്ക് സാധിച്ചോ? ചെയ്യാതെ ഈ വക നാടകങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ BJP കൗൺസിലർമാരോ അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളിപ്പോൾ ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ താങ്കൾക്ക് വേണമെങ്കിൽ പറയാം, പറയാനൊന്നുമില്ലെങ്കിൽ പറയണ്ട. അല്ലല്ല, ഇന്ന് അവിടെ നടന്ന പോരിനെ കുറിച്ചാണ് പറയാനെങ്കിൽ ഇവിടെ CPM-നും പറയാനുണ്ട്, ലീഗ് പ്രതിനിധിക്കും പറയാനുണ്ട്. ബിജെപിയുടെ അല്ലല്ല പറഞ്ഞോട്ടെ, അവരുടെ പറയാനുള്ളതൊക്കെ അവർ പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറയട്ടെ. എന്റെ പറയാനുള്ളത് അവർ പറയോ? നിങ്ങൾ 4 പേരും ഒറ്റ സെറ്റല്ലേ? സ്മൃതി വലിയ സെറ്റുകാരല്ലേ അവരുടെ കൂടെ? അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് സെറ്റാവാൻ പറ്റില്ല. ഈ വിഷയത്തിലൊന്നല്ല, ഒരു വിഷയത്തിലും പറ്റില്ല. BJPക്ക് സ്മൃതിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഈ നാട്ടിൽ? ആരും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ കുതന്ത്രം തിരിച്ച് സംഭാവന പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ആളുകളിലേക്ക് പോവുകയാണ്. നിതിൻ കണിച്ചേരി ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസനത്തിന് ഇടും എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് എന്ന് BJP ആവർത്തിച്ചു പറയുന്നു. സമയത്ത് അതിന്റെ ഇടയിൽ കയറിയിരുന്ന ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അതൊക്കെ സ്മൃതി കയ്യിൽ വെക്ക്. ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ് പാർട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ ജിന്നാനഗർ എന്ന് പറഞ്ഞ 1980 കോൺഗ്രസ് പാർട്ടി ഈ പാകിസ്ഥാൻ ജിന്നാനഗറിന്റെ പേരിട്ട് കൊടുത്ത് ഞങ്ങളുടെ പ്രമേയം വരുന്നുണ്ട്, ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിടണമെന്ന് പറഞ്ഞിട്ട് ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്താ പറയാ, ഈ മുസ്ലിം ലീഗും എന്താ പറയാ? നമുക്ക് നോക്കാം. വാര്യം കുന്നൻ ഏതിന്റെ നിങ്ങൾക്ക് സ്വന്തമായ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ലേ? എന്തടിസ്ഥാനത്തിലാ പൂക്കോയ തങ്ങളുടെ പേര് ഒരു കോളേജിൽ ഇട്ടത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ? കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജ് അബ്ദുൾ റഹ്മാൻ വക്കാഫിയുടെ പേര് നിങ്ങൾ ഇട്ടത് എന്തടിസ്ഥാനത്തിലാ? അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതാക്കളായി പ്രവർത്തിച്ചവർ. ഈ കൃഷ്ണപിള്ളയുടെ പേര് പല സ്ഥലത്തും എന്തടിസ്ഥാനത്തിലാണ്? സയ്യിദ് സുലൈമാന്റെ പേരിടാം. RSS-നെ പറഞ്ഞ കാര്യം, ദേശീയ പ്രസ്ഥാനം അല്ല, ദേശീയ പ്രസ്ഥാനമൊക്കെ ആയിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ച് RSS വലിയ പ്രസ്ഥാനമാണ്, നിങ്ങളുടെ പ്രസ്ഥാനമാണ്, സമ്മതിച്ചു. നിങ്ങളുടെ പ്രസ്ഥാനമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിന് പേരിടുന്നേ, പൊതുസ്ഥാപനത്തിലല്ല ആ പേരിടേണ്ടത്. അത് പറ്റില്ല എന്നുള്ളതാണ് ബാക്കി 2 രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. ഇനി താങ്കൾ ഈ പറയുന്ന ജിന്ന എന്ന പേര് കാലങ്ങളായ പേരുള്ളത് അവിടെ കുടുംബക്കാരനതുകൊണ്ടാണ് റോഡിന് പേരിട്ടത്. ഇനി ഇങ്ങനെ പറഞ്ഞു പോകല്ലോ ഉല്ലാസ് ബാബു. ഉല്ലാസ് ബാബു 2000-ന്റെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ പോയി ജിന്നയെ മഹാനായ മതേതര നേതാവ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ്. നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ്. എന്താ നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ് ജിന്നയെ മഹാനായ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ചത്. 450 സ്കീമുകളുടെ പേര് ഞാൻ എന്താണ് ചോദിക്കുന്നത്, താങ്കൾ എന്താണ് പറയുന്നത്? 450 സ്കീമുകളുടെ പേര് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കാം, അല്ലെ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കാം, ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കാം. ഈ ബസിന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ പാർട്ടി നേതാക്കളുടെ പേര് പൊതുസ്ഥാപനത്തിടുന്നില്ല. അങ്ങനെ ഒരു ഉദാഹരണം താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. നിതിൻ കണിച്ചേരി പാലക്കാട് BJPക്ക് നല്ല ബാക്കിയുള്ളവർക്ക് പോട്ടെ, ഉല്ലാസ് ബാബു ബാക്കിയുള്ളവർക്കും കൂടെ പ്രതികരിക്കണമല്ലോ. നിതിൻ കണിച്ചേരി പാലക്കാട് നല്ല പറ്റിയ മണ്ണാണ് എന്നൊരു തോന്നൽ BJPക്ക് ഉണ്ട്. അത് കുറെയൊക്കെ അവർ വിജയിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. നഗരസഭാ ഭരണം 2ാം തവണയും കിട്ടിയതോടുകൂടി ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ 28 അംഗങ്ങൾ മതി എന്ന ഒരു തീരുമാനം ഞങ്ങൾ നടപ്പാക്കും, അതിൽ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല എന്ന വാദമാണ് ഇന്ന് ചെയർപേഴ്സൺ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതവിടെ അജണ്ട
അവിടെ അവതരിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല, പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞു. പാസ്സാക്കിയതിന്റെ രേഖകളില്ല. നിതിൻ ഗഡ്കരി, നിങ്ങൾ എങ്ങനെയാണ്, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളവർക്കും കൂടി സംസാരിക്കാൻ അവസരം തരൂ. നിതിൻ ഗഡ്കരി, എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ തടയാൻ പോകുന്നത്? 4 പേർക്ക് കൊടുക്കുന്ന സമയത്തിന്റെ ഇരട്ടി എനിക്ക് ബാക്കിയുള്ളവർക്ക് പോയിട്ടേ ഇല്ല. നമ്മുടെ ഉല്ലാസ് ബാബുവിന്റെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാം എത്രത്തോളം ജനാധിപത്യ വിരുദ്ധവും എത്രത്തോളം ഫാസിസ്റ്റ് സമീപനവുമാണ് RSS പുലർത്തുന്നതെന്ന്. ഉല്ലാസ് ബാബുവിന്റെ ചർച്ച കേട്ടാൽ അറിയാം. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താ? പൊതു നന്മ ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന കേന്ദ്രം ബഡ് സെൻറ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന സ്ഥാപനത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായോ ഇന്ത്യൻ ചരിത്രത്തിൽ ജനകീയമായ ഏതെങ്കിലും മുന്നേറ്റത്തിൻ്റെ ഭാഗമായോ ഇനി അതല്ല ഭിന്നശേഷി കുട്ടികളുടെയോ അതുപോലെ നമ്മുടെ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ദുർബല ജനവിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയോ ഏതെങ്കിലും നിലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരാളല്ല ഈ പറയുന്ന ഹെഡ്ഗേവാർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഉന്നത പദവിയിൽ രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പോട്ടെ ഒരു MP-യുടെയോ ഒന്നും സ്ഥാനമലങ്കരിച്ചിട്ടുള്ള ഒരു പൊതുവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല ഹെഡ്ഗേവാർ. അങ്ങനെയുള്ള ഒരു RSSകാരനായ പലപ്പോഴും നേരത്തെ ഇവിടെ ഷിനാസ് അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്ര അധ്യാപകൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അങ്ങേയറ്റം ഒറ്റുകൊടുക്കുകയും കഴിയാവുന്ന അവസരങ്ങളിലെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുരങ്കം വയ്ക്കുകയും ഇന്ന് ഇന്ത്യ എന്ന് ഞാനും നിങ്ങളുമെല്ലാം അഭിമാനം കൊള്ളുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയതയിൽ ഒരു നിലയിലുള്ള പങ്കുമില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ദേശീയ പതാക പോലും അംഗീകരിക്കാത്ത ഒരു RSSൻ്റെ നേതാവിൻ്റെ പേര് ഇത്തരത്തിൽ ഒരു പൊതു ഇടത്തിന് നൽകുന്നത് ഉചിതമാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് വലിയ ഹെഡ്ഗേവാറിനെ പോലെയുള്ള ഒരാൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ RSSകാരൻ 10 രൂപയോ 20 രൂപയോ 100 രൂപയോ പിരിച്ചെടുത്ത് പാലക്കാട്ടൊരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? BJPയുടെ ഏതെങ്കിലും ആഫീസിന് പേര് കൊടുക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഉല്ലാസ് ബാബു പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ RSSനോ BJPക്കോ നാട്ടുകാർ പൈസ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ചുണ്ടാക്കിയൊരു സ്ഥാപനത്തിൻ്റെ പേരിട്ടോ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പൊതു ഫണ്ട് ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് CSR ഫണ്ട് ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനത്തിന് മഹാന്മാരുടെ പേരെല്ലാം നമ്മുടെ നാടുകളിൽ ഇടാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നവരുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി വലിയ രൂപത്തിൽ ജീവത്യാഗം ചെയ്തവരുടെ, രക്തസാക്ഷികളുടെ എല്ലാം പേര് പലയിടങ്ങളിൽ നമുക്ക് രാജ്യത്തിനകത്താകെ നമുക്ക് നോക്കിയാൽ കാണുന്നതിന് വേണ്ടി കഴിയും. ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ഒരാളുടെ പേര് കൊടുക്കാൻ. ഇനി നോക്കൂ, ഉല്ലാസ് ബാബു ഇന്നിവിടെ അജണ്ടയുടെയൊക്കെ നോട്ടൊക്കെ വായിച്ചു. ഇന്നത്തെ 41 അജണ്ടകൾ അംഗീകരിച്ച് രേഖാമൂലം കൗൺസിലർമാർക്ക് വിതരണം ചെയ്ത് ഇന്ന് കൂടിയ കൗൺസിലിൻ്റെ രേഖയാണ് ഉല്ലാസ് ബാബു ഇവിടെ വായിച്ചത്. എന്നാൽ ഈ ഹെഡ്ഗേവാറിൻ്റെ പേരിടാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? ഏതാണ്ട് 15-20 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നഗരത്തിൽ വളരെ രഹസ്യമായി എന്ന രൂപത്തിൽ ഇതിൻ്റെ ഫയൽ വരുന്ന ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. ഈ ബഡ് സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉല്ലാസ് ബാബുവിന് ആ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും ആദ്യം ഒരു ആയുർവേദ ആശുപത്രി എന്നുള്ള നിലയിലാണ് പ്രപ്പോസൽ വന്നത്. പിന്നീടാണ് അത് മാറ്റി ബഡ് സ്കൂൾ എന്ന നിലയിലേക്ക് വരുന്നത്. പിന്നീട് അതൊരു നൈപുണ്യ വികസന കേന്ദ്രം എന്ന നിലയിൽ 1.5 കോടി രൂപയുടെ ഫണ്ട് CSR ഇനിഷ്യേറ്റീവ് ചെയ്ത കമ്പനി അവരൊരു സമർപ്പിക്കുന്നു. അതിന് മുനിസിപ്പാലിറ്റി അംഗീകാരം കൊടുക്കുന്നു. ആ സ്ഥലം വൃത്തിയാക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. ഈ ഘട്ടത്തിലൊന്നും അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്, അതിനിടയിൽ കൗൺസിൽ ചേരുന്നുണ്ട്, കൗൺസിലർമാർ തമ്മിലുള്ള പരസ്പരം ആശയവിനിമയം നടക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഈ ഹെഡ്ഗേവാറിൻ്റെ പേര് ആരും അവിടെ പറയുന്നില്ല. ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം കൗൺസിലർമാർക്കുള്ള ഒരു ക്ഷണക്കത്ത് വരുമ്പോഴാണ്, ആ ക്ഷണക്കത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ കൗൺസിലർമാർ അംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ ഹെഡ്ഗേവാറിൻ്റെ പേരിലുള്ള നൈപുണ്യ വികസന കേന്ദ്രം അതിൻ്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ നടത്തുന്നു എന്ന് വരുമ്പോഴാണ് ഇത് പുറത്തറിയുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ, ഇതാണ് ഉല്ലാസ് ബാബുവിന് പോലും RSSകാർക്ക് പോലും ഹെഡ്ഗേവാറിൻ്റെ പേര് പരസ്യമായി പറഞ്ഞിടാൻ ധൈര്യമില്ല. അങ്ങനെ ഒരു തറക്കല്ലിടൽ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. സ്വാഭാവികമായും പാലക്കാട്ട് ഹെഡ്ഗേവാറിനെ കുറിച്ച് തിരിച്ചറിയുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടം തിരിച്ചറിയുന്ന ആളുകൾ അതിനെതിരായി പ്രതിഷേധവുമായി വരുന്നു. DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുന്നു. ഈ പ്രതിഷേധമുണ്ടായപ്പോഴാണ് ഇതൊരു ചർച്ചയായി പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 20-25 ദിവസമാകുന്നു. അപ്പോഴാണ് കൗൺസിൽ, ആദ്യം നഗരസഭാ ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞാൽ എന്താ, ഞാനിതിന് മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ അനുമതിയെ സംബന്ധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു മുൻകൂർ അനുമതിയില്ല.
അതിനുശേഷമാണ് ഇന്ന് 29 ചേർന്ന കൗൺസിലിൻ്റെ അജണ്ടയിൽ നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ RSS അല്ലെങ്കിൽ BJPയുടെ ഭരണ സംവിധാനം ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത്. പോട്ടെ, 28 കൗൺസിലർമാരുള്ളത് കൊണ്ട് ഒരുപക്ഷെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത് ആദ്യമായിട്ടല്ല, ഈ വിഷയത്തിലല്ല, ഇതിനു മുമ്പുമൊക്കെ BJPക്കാർ തമ്മിലുള്ള കയ്യാങ്കളി ഒരുപാട് ഉല്ലാസ് ബാബു ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല, TV ഇല്ലാത്തത് കൊണ്ട്. BJPക്കാർ തമ്മിലുള്ള ചെയർപേഴ്സണും പഴയ ചെയർപേഴ്സണും ഇപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയാൻ പറ്റാത്ത പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ BJPയുടെ ഏറ്റവും മുതിർന്ന ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം കൗൺസിൽ അംഗമായി അവിടെ കൗൺസിൽ നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളുമൊക്കെ അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കയ്യാങ്കളിയും പ്രശ്നങ്ങളും ഒക്കെ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെയും നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്നുണ്ടായ സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒളിച്ചു കടത്തൽ BJPയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 28 കൗൺസിലർമാരുള്ളത് കൊണ്ട് ഇത്തരം കയ്യാങ്കളി ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണം ചെയർപേഴ്സൺ എണീറ്റ് പറഞ്ഞാൽ മതി ഓൾ പാസ് എന്ന് പറഞ്ഞ് ആ ഓൾ പാസിൻ്റെ മറവിൽ ഇതിനെ മുഴുവൻ. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? നിങ്ങൾക്കൊരു ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഉല്ലാസ് ബാബുവിനെ പോലെയുള്ള RSSകാർ എല്ലായിടത്തും എടുക്കുന്ന സമീപനം അവർക്ക് ഡിബേറ്റ് ചെയ്യാൻ കഴിയാത്ത ഘട്ടങ്ങളിലെല്ലാം വലിയ ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കി അതിനെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാവരുത്. ഹെഡ്ഗേവാറിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഉല്ലാസ് ബാബു എന്തിനാ പേടിക്കുന്നത്? ആരാണ് ഹെഡ്ഗേവാർ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടന്ന് ഊർജം കളയലല്ല ഇന്ത്യക്കാർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഹെഡ്ഗേവാറിനെ കുറിച്ചും MS ഗോൾവാർക്കറെ കുറിച്ചും RSSകാരെ കുറിച്ചും ചർച്ച ചെയ്യട്ടെ. 1925 ഉണ്ടാകുകയും പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏതാണ്ട് 10-22 വർഷക്കാലം RSSന് ഏതെങ്കിലും നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടോ? ഇപ്പോൾ ഉല്ലാസ് ബാബു ഇവിടെ ആദ്യം പറഞ്ഞു ഹെഡ്ഗേവാർ ജയിലിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കാളിയായിട്ടുണ്ടോ എന്ന്. RSS ഏതെങ്കിലും നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ? വഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? അതും ഉല്ലാസ് ബാബു അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ ഏറ്റവും അവസാനം ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഴയ നേതാക്കളെ RSS ഏറ്റെടുക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ, പാലക്കാടാണെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരെ, പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതിയാണെങ്കിൽ എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ, പോകാൻ പറ്റുന്നവർ മുഴുവൻ RSSലേക്ക് പോയതോടുകൂടി ഇനി ജീവിച്ചിരിക്കുന്നവരെ വിട്ട് മരിച്ചുപോയ കോൺഗ്രസ്സുകാരെ എങ്ങനെയെങ്കിലും RSSൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ചിലവിൽ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയെങ്കിലും തങ്ങൾക്കൊരു ഇടം പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇത് പാലക്കാട്ടെ ജനത അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ 28 കൗൺസിലർമാരുടെ ഊക്കൊക്കെ ഒരു 4 മാസം കൂടിയേ പാലക്കാട് ഉണ്ടാകൂ എന്നുള്ളത് കൂടി ഉല്ലാസ് ബാബു അറിഞ്ഞിരിക്കുന്നത്. ശരി, ഞാൻ സയ്യിദ് മീരാനിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സയ്യിദ് മീരാൻ, മുസ്ലിം ലീഗ് പ്രതിനിധി. സയ്യിദ് മീരാൻ, ഇപ്പോൾ ഈ അജണ്ട നടപ്പാക്കി പാസാക്കി എന്നാണ് നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. തീരുമാനമായി എന്ന് പറയുന്നു. അവിടെ ഇന്ന് ഉണ്ടായ സംഘർഷങ്ങൾ എത്ര മണിക്കൂർ നീണ്ടു എന്നൊക്കെ കണ്ടതാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള വഴി? ആദ്യം എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിലെ ജനാധിപത്യ ബോധ്യമുള്ള ജനങ്ങൾ 18,000-ഓളം ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയും അതിൽ തന്നെ പാലക്കാട് നഗരസഭയിൽ 4,000-ഓളം ഭൂരിപക്ഷം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെ പാലക്കാട് നഗരസഭയിലുള്ള ജനങ്ങൾ BJPയുടെ ഭരണത്തിനുള്ള അഹന്തയ്ക്കുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്ന് 10ാമത്തെ അജണ്ടയായി വന്നിട്ടുള്ളത് യാതൊരു കാരണവശാലും ഇന്ന് അജണ്ടയായി വരാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും പാലക്കാട് കൗൺസിലിനകത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അത് പാസ്സാക്കി എടുക്കാൻ സാധിക്കില്ല. കാരണം മുനിസിപ്പൽ ആക്ട് പ്രകാരം, മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരം 560ഓളം വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ ഏതൊരു വകുപ്പിലും പേരുകൾ കെട്ടിടത്തിന് വെക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പേര് അതിൽ വെക്കുക എന്നത് പാലക്കാട് നഗരസഭയിലെ BJPൻ്റെ ഭരണകൂടം പറയുക തന്നെ ചെയ്യണം. കാരണം വെക്കാൻ പാടാത്ത സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഭരണത്തിൻ്റെ അഹന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് തിരിച്ചടിയെന്ന് വേണം. പാലക്കാടിലെ UDFൻ്റെ പ്രതിപക്ഷങ്ങൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് മാത്രമല്ല, ഇതിലും മുൻപിലും ഇതേപോലത്തെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ അജണ്ടയെ വന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ 2,26,00,000 MP ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്
MP VK ശ്രീകണ്ഠൻ വന്നപ്പോൾ അതിനും ഇതേപോലെ പേരുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരുടെ പേരുകൾ വയ്ക്കാൻ ശ്രമിച്ചപ്പോഴും UDF പ്രതിപക്ഷം തടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആ പേരുകൾ വയ്ക്കാനും അനുവദിക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വേറൊരു വിഷയം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ശ്രീ നിതിൻ കല്ലിശ്ശേരി പറഞ്ഞിരുന്നു, പാലക്കാട് നഗരസഭയിൽ അജണ്ടകൾ വരുമ്പോൾ ചില അജണ്ടകൾ പാസ്സാക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരുമ്പോൾ പാലക്കാടത്തെ പ്രതിപക്ഷങ്ങൾ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്ന് പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ട് പാലക്കാടിൻ്റെ ഭരണസമിതി ചെയർപേഴ്സൺ എല്ലാ അജണ്ടകളും പാസ്സാക്കിക്കൊണ്ട് എന്ന് ചർച്ചകൾ പോലും എടുക്കാതെ മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് കുറേ കാലങ്ങളായി പാലക്കാട് നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾ, പാലക്കാട് നഗരസഭയിലുണ്ടായ പ്രതിഷേധങ്ങൾ. ഒരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഡ്സ് സെൻറ്ററിന് വേണ്ടി ഓഷ്യാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് CER ഫണ്ട്, കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അനുവദിച്ച് തരാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 2024 നവംബർ മാസമാണ് പാലക്കാട് നഗരസഭയെ അറിയിച്ചിട്ടുള്ളത്. 26/11/2024 പാലക്കാട് നഗരസഭയിൽ അജണ്ടയെ വരികയും അന്ന് അജണ്ടയെ വരുമ്പോൾ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് മാത്രമേ ഓഷ്യാനിസ് CR ഫണ്ട് അനുവദിച്ച് തന്നുകൊണ്ട് അവർ അംഗീകരിച്ചിട്ടാണ് പാലക്കാട് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും 52 കൗൺസിലർമാരും അംഗീകരിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ അകത്തുള്ള 265ഓളം കുട്ടികൾ സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഐക്യകണ്ഠേന അംഗീകരിച്ചത്. അന്നൊന്നും ഈ HKWARന്റെ പേരുകൾ കടന്നു വന്നിട്ടില്ല. എന്നാ കടന്നു വന്നത്? 11/4/2025 ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വെക്കുകയും അതിൻ്റെ നോട്ടീസ് തലേ ദിവസം 10/4/2025 നോട്ടീസിൽ വരുമ്പോൾ മാത്രമേ HKWARന്റെ പേര് ഇതിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഇത് ഒളിച്ചു വെച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെച്ചുകൊണ്ട് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒളിച്ച് മറച്ച് വെച്ചുകൊണ്ടാണ് ഈ അജണ്ട ഇവർ കൊണ്ടുവന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ മുൻകൂർ അനുമതി കൊടുത്തിട്ടുണ്ടെന്ന്. ഇവർ മുൻകൂർ അനുമതി കൊടുത്തിട്ടില്ല. ഇന്ന് അജണ്ടയായിട്ട് വന്നപ്പോൾ എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെയർപേഴ്സണെ എങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയുക? കാരണം അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അത് ഈ പാലക്കാട് നഗരസഭയിലെ കൗൺസിൽ അത് എടുക്കാൻ പോലും പറ്റില്ല. കാരണം അത് ചട്ടങ്ങളിലില്ല. അവർ ചട്ടങ്ങളിൽ പറയട്ടെ, കാണിക്കട്ടെ, വകുപ്പുകൾ കാണിക്കട്ടെ, മുനിസിപ്പൽ ആക്ടിൽ കാണിക്കട്ടെ, എന്നാൽ ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. മുനിസിപ്പൽ ആക്ടിൽ ഇല്ലാത്തൊരു വിഷയമാണ് പാലക്കാട് നഗരസഭയിൽ ഇന്നവർ കൊണ്ടുവരാൻ ചെയ്യാന്നാണ് UDFന് പറയുന്നത്. ശ്രീ എം ഷിനാസ്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പല പദ്ധതികൾക്കും കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള പേരുകൾ നൽകുന്നു. അങ്ങനെ ആ പദ്ധതികൾക്ക് കേരളത്തിനും തമിഴ്നാട്ടിനുമൊക്കെ ഫണ്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ആ പേരിടാൻ മടിക്കുന്നത് കൊണ്ട് ഫണ്ട് നൽകാതിരിക്കുന്ന സാഹചര്യം, അതിനോട് പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല റോഡുകളുടെയും മുഗൾ കാലത്തെ റോഡുകളുടെ പേര്, സ്ഥലങ്ങളുടെ പേരൊക്കെ മാറ്റുന്നത് നമ്മൾ പലയിടത്തായി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി കേരളത്തിലും അത് നടത്തി തുടങ്ങുന്നു. അതിനോട് പറ്റിയ സ്ഥലമാണ് പാലക്കാട് എന്ന് BJP കരുതുന്നതായി മനസ്സിലാക്കേണ്ട ഈ ഘട്ടത്തിൽ. അതെ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. പാലക്കാട് നഗരസഭ ഈ HKWARന്റെ പേര് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഇട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല. 2014 മുതൽ ഇന്ത്യയിൽ നടന്നു വരുന്ന പുതിയ പേരിടലും അതുപോലെ പേരുമാറ്റത്തിൻ്റെയും ബൃഹത്തായ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇത് പരിശോധിക്കേണ്ടത്. 2014 മുതൽ യോഗി ആദിത്യനാഥ് സർക്കാർ അലഹബാദ് ജില്ലയുടെ പേര്, അലഹബാദിൻ്റെ പേര് പ്രയാഗ്രാജ് എന്ന് ആക്കി മാറ്റി. അതുപോലെ ഫൈസാബാദ് ജില്ലയെ അയോധ്യയാക്കി മാറ്റി. മുഗൾ സറായ് റെയിൽവേ സ്റ്റേഷന് ദീൻ ദയാൽ ഉപാധ്യായ സ്റ്റേഷൻ എന്നാക്കി മാറ്റി. അമൃത് മഹോത്സവ്, ആസാദിയിൽ ഒരിക്കലും പങ്കെടുക്കാതിരുന്ന ഈ കേന്ദ്ര ഭരണകക്ഷി ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ ഏറ്റവും അതിൻ്റെ മൂലസ്വരൂപമായ RSSഉം ഒന്നും പങ്കെടുക്കാതിരുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലത്ത് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസിൻ്റെ പേര് അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റി. അതിൽ ഏറ്റവും വൈരുദ്ധ്യം, മുഗൾ ഗാർഡൻസ് ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. രാഷ്ട്രപതി ഭവൻ ഉണ്ടാക്കുന്നത് 1912 മുതൽ 29 വരെയുള്ള കാലത്താണ്. അന്ന് അത് വൈസ്രോയ് ഹൗസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ മുഗൾ ഗാർഡൻസ് എന്ന് പേരിടാൻ കാരണം ജഹാംഗീറിൻ്റെ കാലത്ത് ഷാലിമാർ ബാഗ്
എന്ന ശ്രീനഗറിലെ ഉദ്യാനത്തെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അന്നത്തെ ആർക്കിടെക്റ്റുകളായിട്ടുള്ള ല്യൂട്ടൻസും ബേക്കറും ആണ് ഉണ്ടാക്കിയത്. മുഗൾ ആ ഷാലിമാർ ബാഗിൻ്റെ ചാർബാഗ് പേർഷ്യൻ മാതൃകയാണ്, അറേബ്യൻ മാതൃക പോലുമല്ല. അതിൽ ബ്രിട്ടീഷ് ലാൻഡ്സ്കേപ്പിങ്ങും ഉദ്യാനപാലന രീതികളും ഒക്കെ സന്നിവേശിപ്പിച്ചാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ പേര് മാറ്റം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ BJPയും സംഘപരിവാറും നടത്തുന്ന അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യയുടെ സമന്വയ സംസ്കാരത്തെ തുടച്ചു നീക്കുക, അല്ലെങ്കിൽ സമന്വയ സംസ്കാര ഭൂപടത്തെ മൊത്തം മായ്ച്ചു കളയുക എന്നത് NCERT പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ വെട്ടും അല്ലെങ്കിൽ ഒഴിവാക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതായത് വൈദേശികമെന്ന് ഇവർ മുദ്ര കുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അമിത് ഷാ നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ഈ ഷാ എന്നത് വാസ്തവത്തിൽ പേർഷ്യൻ സർനെയിമാണ്, കുടുംബ പേരാണ്. ഗോദ്രജ്, മിസ്ത്രി, ടാറ്റ, പൂനാവാല, വാഡിയ ഇതൊക്കെ പേർഷ്യൻ സർനെയിംസ് ആണ്. അതുപോലെ മജുംദാർ എന്ന് പറയുന്നത് ചരിത്രപരമായി നോക്കിയാൽ പേർഷ്യനും അറബിക്കും കലർന്ന ഒരു സർനെയിമാണ്. ഇതൊക്കെ മാറ്റണ്ടേ? ഇങ്ങനെ മാറ്റാൻ തുടങ്ങിയാൽ പലതും മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ഹിന്ദുത്വ പദ്ധതി എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തെ, സമന്വയ സംസ്കാരം, ഇന്ത്യയിൽ ചരിത്രപരമായി ഉരുത്തിരിഞ്ഞ സമന്വയ സംസ്കാരത്തെ അടിമുടി മായ്ച്ചു കളയുക എന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പേരുമാറ്റവും പുതിയ പേരിടലും. അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇത് പക്ഷേ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുകയാണ്. ഇപ്പോൾ നഗരസഭയിൽ നടന്ന കയ്യാങ്കളി, അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൂടാതെ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്ന് കൂടി UDF വ്യക്തമാക്കുന്നുണ്ട്. അവർ ശക്തമാക്കിയോട്ടെ, അത് കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ 3 പേര് സംസാരിച്ചപ്പോൾ ബഹുമാനിയായിട്ടുള്ള ആങ്കർ സ്മൃതി വളരെ മിണ്ടാതിരുന്ന് നിഷ്പക്ഷമായി അത് കേട്ടിരുന്നു. ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇടപെടുന്നത് ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 45ാമത്തെ വിഷയമായിട്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണ സംവിധാനം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് 10ാമത്തെ വിഷയമായി അജണ്ട വെക്കുന്നു. ഒപ്പം തന്നെ 40ാമത്തെ അജണ്ടയിൽ എന്താ പറഞ്ഞത്? ഭിന്നശേഷിക്കാർക്കായിട്ട് പണിയുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച പരാതിയെക്കുറിച്ചടക്കം ചർച്ച ചെയ്യാം എന്ന് ആ ചർച്ചയിൽ ആ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട CPMൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ നിതിൻ കാനിശ്ശേരി വരെ പറഞ്ഞത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഭയമെന്ന്. എൻ്റെ ചേട്ടാ, ചർച്ച ചെയ്യാനല്ലേ ഈ അജണ്ട സെറ്റ് ചെയ്ത് നിങ്ങളെ വിളിച്ചത്, നിങ്ങളെല്ലാവരും കൗൺസിൽ കോളിലേക്ക് വന്നത്. പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ തുടക്കം മുതൽ തന്നെ യുദ്ധം വിട്ടിട്ട് കോൺഗ്രസും നിങ്ങളും പരസ്പര സഹകരണ സംഘമായി പ്രവർത്തിച്ച് ഞങ്ങളെ ഉറ്റ നിങ്ങൾക്ക് എന്താ ചർച്ച ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നു? നിങ്ങൾക്ക് ചർച്ച ചെയ്യായിരുന്നില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ വർഗീയപരമായിട്ട് ഉല്ലാസ് ബാബു പറയുന്നു. എന്താ വർഗീയ ചേട്ടാ? മൈത്രി പാർക്കിനകത്ത് നിങ്ങളുടെ 100 വീടുകളിൽ അവരുടെ കിണറ്റിൽ കക്കൂസ് മാലിന്യം വരുന്നില്ല KSRTC. ഞാൻ അത് വർഗീയത പറഞ്ഞതാ. മെഡിക്കൽ കോളേജ് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, അത് പാലക്കാട് എനിക്ക് ചേട്ടൻ അറിഞ്ഞുകൂടാ. പിന്നെ അത് ഞാൻ വർഗീയത പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ നിലപാടുകൾ പറയുന്നത്? പിന്നെ നിങ്ങൾ ചോദിച്ചു ഹെഡ്ഗേവാറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, EMS എന്ന് പറയപ്പെടുന്ന ആൾ എൻ്റെ നേതാവല്ലല്ലോ, അങ്ങയുടെ നേതാവല്ലേ? അങ്ങയുടെ നേതാവിൻ്റെ വാക്കുകൾ 1984 CPIM എന്ന് പറഞ്ഞ അങ്ങയുടെ പാർട്ടിയിലെ ആ പാർട്ടി പ്രസിദ്ധീകരിച്ച BJP RSS റൈറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയപ്പെടുന്ന ആ പുസ്തകം ഒന്ന് ചേട്ടന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ ചേട്ടന് ആ കൃത്യമായിട്ടുള്ള നിലപാട് നിങ്ങളുടെ പാർട്ടിയുടെ അറിയാം. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് പറഞ്ഞു ദേശീയപരമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. നീതിൻ ചേട്ടൻ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല, നീതിൻ ചേട്ടൻ സംസാരിച്ച സമയത്ത് ഞാൻ എനിക്ക് നിതിൻ കാനിച്ചേരി സംസാരിക്കുന്ന സമയത്ത് ഇടപെടാനുണ്ടായിരുന്നു. നിതിൻ കാനിച്ചേരി സംസാരിക്കുന്ന ഇടപെട്ടില്ല. ഞാൻ പറഞ്ഞു വരട്ടെന്ന് സ്മൃതി, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ചോദിക്കാനുള്ളത് ജിന്ന സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന
1988 ജിന്ന സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന നാമകരണം ചെയ്ത ഒരു കാര്യം എന്തടിസ്ഥാനത്തിൽ, ഏത് സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യനെ വിഘടിപ്പിച്ച് ഇന്ത്യയെ രണ്ടാക്കി തിരിച്ച് ആ ജിന്നയുടെ പേരിൽ ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അത് പുനർനാമകരണം ചെയ്യണമെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ നോക്കാം, ശങ്കരനാരായണ പേരിടുന്ന മാപ്പിള ലഹളയ്ക്ക് മാപ്പിള ലഹളയ്ക്ക് കൂട്ടുനിന്ന് 10,000-കണക്കിന് ഹിന്ദു സമൂഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ള വാര്യം കുന്നനാണോ നിങ്ങൾ ദേശീയ നേതാവായിട്ട് ഉയർത്തി കാണിക്കുന്ന ബഹുമാനപ്പെട്ട നിതിൻ ചേട്ടാ? അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിട്ട സമയത്ത് അതിനെ പ്രതികരിക്കാഞ്ഞത്? പിന്നെ നിങ്ങൾ അബ്ദുൾ റഹ്മാൻ വഖഫിയുടെ പേര് ഇട്ടിട്ടിരിക്കുന്നു ഒരു കോളേജിന്, കൊയിലാണ്ടി കോളേജിന്. എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ അംഗീകരിച്ചത്? പെരിന്തൽമണ്ണ കോളേജിന്റെ പേരിട്ടത് ഏത് അടിസ്ഥാനത്തിലാണ്? അപ്പൊ നിങ്ങൾ ഈ വാര്യം കുന്നിനെ പോലെയുള്ളവരാണ് ദേശീയ നേതാക്കന്മാരും ധീരദേശാഭിമാനികളുമായിട്ട് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് 100 വർഷം കഴിഞ്ഞപ്പോൾ RSS എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് അപ്പുറത്തുള്ള ഒരു സാംസ്കാരിക സംഘടന ഈ നാടിനകത്ത് പടർന്നു പന്തലിക്കുന്നതും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഈ കേരളം എന്ന് പറഞ്ഞാൽ വിതച്ചാലും കൊയ്താലും ഒരു കൊട്ട എന്ന രീതിയിലേക്ക് ഇവിടെ കഥപതിച്ചു പോയതും ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട നിതിൻ ചേട്ടൻ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ദേശത്തെ സ്നേഹത്തെക്കുറിച്ചോ RSSന്റെ ദേശീയ താല്പര്യങ്ങളെക്കുറിച്ചോ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും അളക്കാൻ സാധിക്കില്ല സ്മൃതി. കാരണം അത് ഈ ദേശത്തിന് വേണ്ടി സർവം സമർപ്പിതമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പ്രസ്ഥാനമാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു സാംസ്കാരിക സംഘടനയാണ്. അത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് ഈ ദേശത്തിന് വേണ്ടി പോരാടാനും ഈ ദേശത്തെ സംരക്ഷിക്കാനും ഈ ദേശത്തെ ഉൾക്കൊള്ളാനും ഈ ദേശത്തിന്റെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ ബഡ്സ് സ്കൂളിൽ വരുന്ന സമയത്ത് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ ഭാവി അടക്കം ഉൾക്കൊള്ളേണ്ട ഒരു വലിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്വതന്ത്ര സമര സേനാനിയുടെ പേരിട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും CPMന്റെയും ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് കൃത്യമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടാണ് അവിടെ നടക്കുന്നത്. ആ കൂട്ടിന് മുമ്പിൽ BJPയുടെ ഭരണ സംവിധാനം മുട്ട് മടക്കില്ലെന്ന് സ്മൃതി എഴുതി വെച്ചോ. ഞങ്ങൾ ആ പേരിടാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ വരും. അത് ജനാധിപത്യത്തിൽ ഭരിക്കുന്ന സംവിധാനം കൃത്യമായി തന്നെ അത് നിശ്ചയിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഭൂരിപക്ഷമുള്ള സംവിധാനം തന്നെയാണ് പേരുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ കുറിച്ച് ചോദിച്ചിട്ട് ഇത്ര നേരം താങ്കൾ പ്രസംഗിച്ചിട്ടും താങ്കൾക്ക് അത് പറയാൻ പറ്റിയിട്ടില്ലെന്നേ. ആ രാഷ്ട്രീയ വർഗീയത കൂട്ടുകെട്ട് നിങ്ങൾ പാലക്കാട് കൊണ്ടു നടന്നോ? പിന്നെ 4 മാസം കൂടിയാണ് 28 ആളുകളുടെ പിന്തുണ എന്ന് നിതിൻ ചേട്ടൻ പറഞ്ഞില്ലേ? ശരിയാ നിതിൻ ചേട്ടാ, അത് കഴിഞ്ഞാൽ ഒരു 40 പേരുടെ പിന്തുണ ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ആരായിരുന്നു ശരി, അതാണ് BJPയുടെ ആത്മവിശ്വാസം. നിതിൻ ഗഡ്കരി മറുപടി നൽകാം. സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഹെഡ്ഗേവാർ എന്നുള്ള കാര്യം BJP ആവർത്തിക്കുകയാണ്. നോക്കൂ, ഞാൻ നിതിൻ ഗഡ്കരിയോട് ചോദിക്കട്ടെ, താങ്കൾ ആവശ്യത്തിൽ പറഞ്ഞല്ലോ ജിന്നയുടെ കാര്യം താങ്കൾ പറയണ്ട. കോൺഗ്രസിനോടും പറയാം, ഹെഡ്ഗേവാർ എന്ന് പറയപ്പെടുന്ന ഭാരതത്തിന്റെ സ്വതന്ത്ര സേനാനിയെ ആ പേര് ഞങ്ങൾ കൃത്യമായിട്ടിടും, നിങ്ങൾക്കൊന്നും തടയാൻ പറ്റില്ല. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ജിന്നയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ്. അതെന്താണ് കേൾക്കാതെ പോകുന്നത്? നിതിൻ ഗഡ്കരി, ഒരു മിനിറ്റ്, ഇനി നിതിൻ ഗഡ്കരിയുടെ സമയം. നിതിൻ ഗഡ്കരി, ഇപ്പോൾ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നു. അദ്ദേഹത്തിന്റെ സംഭാവന എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് പറയുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കേട്ട മറുപടി നമ്മളുടെ മുന്നിലുണ്ട്. സവർക്കറിനെ സ്വാതന്ത്ര്യ സമര പോരാളിയാക്കി കോടതി തന്നെ പറയുകയാണ്. ഒന്ന് പറയട്ടെ, ബാക്കിയുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കൂ. ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കൂ. ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കില്ല. അല്ല, ഞാൻ നിതിനോടാണ് സംസാരിക്കുന്നത്. നിതിനോടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിതിൻ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സവർക്കറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും വന്ന വിധിയും പരാമർശം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഹെഡ്ഗേവാറിനെയും സ്വാതന്ത്ര്യ സമര പോരാളിയാക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞ തെറ്റാണെന്നാണോ? സുപ്രീം കോടതി തെറ്റൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ഞാനങ്ങനെ ചർച്ചയിൽ ഇടപെടുന്ന ഒരാളല്ല. അല്ല, സുപ്രീം കോടതി പറഞ്ഞ കാര്യം തെറ്റാണ്. ഒരു പരാമർശത്തെ ഞാൻ ആ സമയത്ത് പറഞ്ഞത് സുപ്രീം കോടതിയുടെ എന്താണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറഞ്ഞത്? സ്മൃതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നുകൂടി പറ, എടുത്തു പറ. എന്താ
കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഉല്ലാസ് ബാബു കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഞാൻ നമ്മുടെ പറഞ്ഞുതരാം. മുന്നിലുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ നിതിൻ കടിച്ചേരിലേക്ക് പോകുന്നു, സമയക്കുറവുണ്ട്. നിതിൻ പറയൂ. നോക്കൂ, അതാണ് ഉല്ലാസ് ബാബു നേരത്തെ ഇവിടെ ടി.ജി. മോഹൻദാസിന്റെ ഒക്കെ സർവകലാശാലയിൽ നിന്ന് വന്ന ഏതോ വാട്സപ്പ് മെസ്സേജ് വെച്ച് EMS-നെ കുറിച്ചൊക്കെ പറഞ്ഞു. EMS പറഞ്ഞ EMS എഴുതി എന്ന് പറയുന്ന ലേഖനം, അതിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഉല്ലാസ് ബാബു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ശരിയായ രൂപത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വസ്തുതാപരമായി പറയണം. ഈ ഉല്ലാസ് ബാബുവിന്റെ നേതാക്കളുടെയും ഒക്കെ പ്രശ്നം, നേരത്തെ ഉല്ലാസ് ബാബുവിനെ പോലെ ഇതേപോലെ വായിട്ടലയ്ക്കുന്ന മറ്റൊരു വലിയ നേതാവ് BJPക്ക് ഉണ്ടായിരുന്നു ചാനൽ ചർച്ചയിൽ. അദ്ദേഹം പണ്ട് പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോൾ EMS അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ നോക്കിയിട്ടുള്ള ആളുകളാണ് ഈ RSSൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EMS-നെ ഒന്നും കുറിച്ച് ആധികാരികമല്ലാത്തൊരു വിവരം ഉല്ലാസ് ബാബുവിനെ പോലെ ഒരാൾക്ക് പറയാൻ യോഗ്യതയില്ല. നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കിക്കോ. നിങ്ങൾക്ക് കിട്ടുന്ന ചരിത്രരേഖയിൽ നിന്ന് RSSന്റെ ശാഖയിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ BJPയുടെ ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ചാനൽ ചർച്ചയിലോ RSSന്റെ യോഗത്തിലോ BJPയുടെ പൊതുയോഗത്തിലോ ഒക്കെ നിങ്ങൾ പറഞ്ഞോ. ആധികാരികമായി ഇന്ത്യൻ ചരിത്രത്തിൽ വിലപ്പോകുന്നതല്ല ഇതൊന്നും. ആധികാരികമായി ഇന്ത്യൻ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ RSSനും ഹെഡ്ഗേവാറിനും ഒരു നിലയിലുമുള്ള പങ്കില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ചതുകൊണ്ട് ഇനി ഹെഡ്ഗേവാറിന് സ്വാതന്ത്ര്യ സമര സേനാനിയാവാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? ഹെഡ്ഗേവാറിന്റെ പേര് ഞങ്ങൾ 28 കൗൺസിലർമാരുടെ ഞങ്ങൾക്ക് പിന്തുണയുള്ളത് കൊണ്ട് ഞങ്ങളിടും എന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നാടല്ല ഇന്ത്യ. അത് ഉല്ലാസ് ബാബു മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഇന്ത്യയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാശ്മീരിലെ അവിടെ കൊല ചെയ്യപ്പെടേണ്ടി വന്ന 26-ലധികം വരുന്ന ടൂറിസ്റ്റുകളുടെ ചോരയ്ക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം പറയാൻ ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിക്ക്, അവർ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ഈ രാജ്യത്തിനകത്ത് അതിർത്തി കാക്കാൻ ചുമതലപ്പെട്ട അതിനുവേണ്ടി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഫണ്ട് വിനിയോഗിക്കുന്നത് ഈ BJPയുടെ, ഞാൻ പറഞ്ഞോട്ടെ, അയാളൊന്ന് മിണ്ടാതിരിക്കാൻ പറയൂ. അയാളോട് 2 മിനിറ്റ് ഉണ്ടായിരിക്കാൻ പറയും. അപ്പോ ഈ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്നത് ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയാണ് എന്നുള്ളത് ഇന്ത്യയിൽ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വീർ സവർക്കറിനെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രഖ്യാപിച്ചോ. സുപ്രീം കോടതി പറഞ്ഞത് കൊണ്ട് സുപ്രീം കോടതി പറയുന്നതെല്ലാം ഇന്ത്യയിൽ പിന്നെന്താ പറയാ, ചോദ്യം ചെയ്യാൻ പറ്റാതെ, അങ്ങനെ രാജഭരണമല്ലല്ലോ. രാജഭരണം കല്ലേ പിളർക്കും, രാജശാസനയ്ക്കെതിരായിട്ടൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന നാടല്ല ഇന്ത്യ. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. സുപ്രീം കോടതിയെയും വിമർശിക്കാം, അതിൻ്റെ വിധിയിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യയിലുള്ള എല്ലാവരും വിമർശിക്കാൻ അല്ലെങ്കിൽ വിമർശനത്തിന് അതീതരായിട്ടുള്ള ഒരാളും ഈ രാജ്യത്തിനകത്തില്ല. വീർ സവർക്കറുടെ പടം ഒരുപക്ഷെ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന്റെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ, ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവയ്ക്കാൻ ഒരുപക്ഷെ RSSനോ BJPക്കോ ഭരണ നേതൃത്വത്തിനോ പറ്റും. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗാന്ധിവധത്തിലെ പ്രതിയാക്കപ്പെട്ട് വിചാരണ നേരിടേണ്ടി വന്നയാളാണ് വീർ സവർക്കർ എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെ തുപ്പല് കൂട്ടി മായ്ക്കാൻ ഉല്ലാസ് ബാബുവിന്റെ തുപ്പല് മതിയാവില്ല, ഉല്ലാസ് ബാബുവിന്റെ ശബ്ദം മതിയാവില്ല. അത് ഇന്ത്യയിലെ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അത് ഉല്ലാസ് ബാബു മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട്, ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ്. ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിൽ വന്നത് ജനാധിപത്യപരമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ്. പക്ഷേ ആ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അന്ത്യം എന്തായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഉല്ലാസ് ബാബു ഒന്ന് വായിക്കണം. ഫ്യൂറർ എന്ന് വിളിച്ചിരുന്ന ജർമ്മനിയിലെ 73% ജനതയുടെ പിന്തുണയുണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന ഈ ലോകത്തിന്റെ ചരിത്രത്തെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടി യുദ്ധം നടത്തിയ ഹിറ്റ്ലർ അവസാനം ഒരു ഭൂഗർഭ അറയിൽ സ്വയം തലയ്ക്ക് നിറയൊഴിച്ച് മരിക്കേണ്ടി വന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന ചരിത്രം ലോകത്തിന്റെ ചരിത്രമാണ്. ഉല്ലാസ് ബാബു അത് മറന്നു പോകരുത്. അതുകൊണ്ട് 56 ഇഞ്ച് നെഞ്ചളവിന്റെ പിൻബലത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കാശ്മീരിലെ ഭീകരവാദികൾക്ക് മുമ്പിൽ ഇന്ത്യൻ ജനതയെ
വിട്ടുകൊടുക്കുന്ന ഒരു ഭരണവർഗത്തിന്റെ തനിസ്വരൂപം ഇന്ത്യൻ ജനത തിരിച്ചറിയും. ഭാരത സർക്കാർ ഈ കാശ്മീരിനകത്തെ തീവ്രവാദികൾക്ക് എന്തുകൊണ്ട് സ്മൃതി ഇടപെടുന്നില്ല? നിതിന്റെ പാർട്ടിയുടെ നിലപാടാണ്. മടങ്ങിയെത്താം. നിതിൻ, നിയമ നടപടികളിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടോ? കാരണം കോൺഗ്രസ് ഏതായാലും അങ്ങനെയാണ് പറയുന്നത്, കോടതിയിലേക്ക് പോകുമെന്നാണ്. ഓക്കെ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി തന്നെയാണ് നേരിടുന്നത്. നിയമപരമായ പ്രശ്നത്തിലേക്കൊക്കെ പോയാൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് പാലക്കാട് നഗരത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ അല്ലെങ്കിൽ സൗകര്യപ്രദമാവുന്ന അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതിയെ ബോധപൂർവം ഇത്തരത്തിൽ ഒരു നാടകമുണ്ടാക്കി ഇല്ലാതാക്കാനാണ് BJPയുടെ നഗരസഭയുടെ ചില ആളുകളുടെ താല്പര്യം. ആ താല്പര്യം നടപ്പിലാക്കി രാഷ്ട്രീയ പ്രശ്നമാണല്ലോ. ഹെഡ്ഗേവാറിനെ പോലെയുള്ള ഒരാളുടെ പേര് ഒളിച്ചു കടത്താൻ നോക്കൂ. ഉല്ലാസ് ബാബു മനസ്സിലാക്കേണ്ടത്, പാലക്കാട് നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലാതെ, നേരത്തെ സെയ്ദ് മീരാൻ അത് പറഞ്ഞു, എല്ലാവരും യോജിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സെന്റർ CSR ഫണ്ടിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ വരുന്നതിന് ആ 1.5 കോടിയുടെ പദ്ധതിക്ക് അനുമതി നൽകാൻ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇതിനെ ഹെഡ്ഗേവാറിന്റെ പേരിട്ട് 11-ാം തീയതി തറക്കല്ലിടുമ്പോൾ 10-ാം തീയതി ഒളിച്ചു കടത്തുന്നത് പോലെ കടത്താൻ ശ്രമിച്ച RSSന്റെ, നേരത്തെ ഷിനാസ് സാർ ഇവിടെ പറഞ്ഞതുപോലെ, ഇത് ഇന്ത്യയിൽ ഒരു പാലക്കാട് നഗരസഭയിൽ ഉണ്ടായ BJPക്കാരുടെ മാത്രം ബുദ്ധിയാണ് എന്ന് കരുതേണ്ടതില്ല. ഇത് രാജ്യത്തിനകത്താകെ പേരിടലിലൂടെ ഒരു വർഗീയ ചിന്താധാരകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന RSSനെതിരായ, BJPക്കെതിരായ, BJPയുടെ മുനിസിപ്പൽ ഭരണ നേതൃത്വത്തിനെതിരായ രാഷ്ട്രീയ വിഷയമാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. നിയമപരമായ സാധ്യതകളും ഞങ്ങൾ ഉല്ലാസ് ബാബു, ആ പേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദ്ധതി വേണ്ട എന്നാണോ? അല്ല, ആ പേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദ്ധതി വേണ്ടെന്നല്ല, ആ പേരിടാൻ കഴിയുകയും ചെയ്യും, പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. അതിനൊന്നും ഈ നിതിൻ ചേട്ടൻ്റെ 7 പേരുടെ ഒരു സംവിധാനം ഞങ്ങൾക്ക് വേണ്ട. അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം പറയട്ടെ, ഈ തീവ്രവാദ വിഷയവുമായി ബന്ധപ്പെട്ട് സ്മൃതിയോടാണ് ചോദ്യം. നിതിൻ കാണിച്ചേരി എന്ന് പറയപ്പെടുന്ന CPMന്റെ നേതാവ് പറഞ്ഞു, ഭാരത സർക്കാർ അവരെ ഈ പാവപ്പെട്ട ടൂറിസ്റ്റുകളെ തീവ്രവാദികൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ അതിൽ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആ അനാവശ്യമായ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുന്നുണ്ടോ? ജിന്നയുടെ സ്പീച്ചിന് പേരിട്ടതിൽ കുഴപ്പമില്ലാത്ത വാരിക്കുന്നതിന് വേണ്ടി സംസാരിച്ച ഈ നിതിൻ പറഞ്ഞ ഈ മോശത്തരം സ്റ്റേറ്റ്മെന്റിനെ തരികാമിയോട് പോയി ചോദിക്കുന്നതിനെ ഒറ്റ ഭീകരരെയും പിടിച്ചിട്ടില്ല. സുരക്ഷാ വീഴ്ച എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കും. അതിന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. സുരക്ഷാ വീഴ്ച പ്രതിപക്ഷം ചോദിക്കും, അതിന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഈ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് സുരക്ഷാ വീഴ്ച ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കും, അതിന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. നിങ്ങളടക്കമുള്ള ആളുകളുടെ പാർട്ടിയാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് കേട്ടോ. ഞങ്ങളുടെ ദേശസ്നേഹത്തൊന്നും നിങ്ങൾ വന്ന് അളക്കാൻ വരണ്ട. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത്? ഇവിടുത്തെ തീവ്രവാദ സംവിധാനങ്ങൾക്ക് ഇട്ടുകൊടുത്താണെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? തരികാമി താങ്കളുടെ MA ബേബി എന്താണോ പറഞ്ഞത്? ടർക്കിയിലേക്ക് 10 കോടി രൂപ സഹായം കൊടുത്തത് ഏത് പാർട്ടിയാണെന്ന് നിതിനറിയാമോ? അങ്ങനെയുള്ള സകലവിധ വേഷക്കെട്ടുകളും ശരി, വളരെ നന്ദി. നിതിൻ കണിച്ചേരി, സയ്യിദ് മീരാൻ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ശ്രീ AM ഷിനാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.